എന്തുകൊണ്ട് ഈ ലോകത്ത് റിലീജിയൻ വേണം എന്നതിനുള്ള ഉത്തരാണ് ഈ വീഡിയോ. നിങ്ങൾ കണ്ടിട്ടില്ല, ഒരു സിനിമയിൽ ഒരു വില്ലനും ഉണ്ടാവും നായകനും ഉണ്ടാവും. ഈ നായകൻ ഉള്ളതുകൊണ്ട് തന്നെ ആ സിനിമയുടെ അവസാനം ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു ജസ്റ്റിക് അല്ലെങ്കിൽ ഒരു ഗുഡ് മെസ്സേജ് ഉണ്ടാവും. ഒപ്പം തന്നെ ഈ നായകൻ വില്ലനെ അടിക്കണം കാണുമ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. കാരണം വില്ലൻ ചെയ്യുന്ന ഓരോ തെറ്റായ കാര്യങ്ങൾക്കും എതിർക്കാൻ അല്ലെങ്കിൽ എതിരെ പറയാൻ ഒരാളുണ്ടല്ലോ, അല്ലെങ്കിൽ നായകൻ വില്ലനെ അടിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതേപോലെ തന്നെ ഈ ലോകത്ത് എക്സ്ട്രീം ആയിട്ടുള്ള ഈവിൾ ഉണ്ട്, വില്ലനും ഉണ്ട്, അതേപോലെ തന്നെ നല്ലതും ഉണ്ട്, നായകനും ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ അമേരിക്ക ഇപ്പുറത്ത് റിലീസ് ചെയ്ത എപ്സ്റ്റീൻ ഫയൽ എന്താണെന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കി നോക്ക്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പ്യൂർ ആയിട്ടുള്ള ഈവിൾ ആണ് ഈ ലോകത്തുള്ളതെന്ന്. ആ ഫയൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഈവിൾ ആണ് ഈ ലോകത്തുള്ളതെന്ന്. കുട്ടികളെ പീഡിപ്പിക്കുന്ന, കുട്ടികളുടെ രക്തം കുടിക്കുന്ന, കുട്ടികളുടെ മാംസം കഴിക്കുന്ന, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തുന്ന, കുട്ടികളെയും സ്ത്രീകളെയും ടോർച്ചർ ചെയ്യുന്ന, ഇങ്ങനെ കുറെ ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്ത ഫയലാണ് അമേരിക്ക റിലീസ് ചെയ്ത എപ്സ്റ്റീൻ ഫയൽ. അതിൽ 3 മില്യൺ പേജസ് ഉണ്ട്, 1,80,000 ഇമേജസ് ഉണ്ട്, 2000-ലധികം വീഡിയോസും ഉണ്ട്. അതിൽ നമ്മുടെ പല ഭരണാധികാരികൾ ഇൻവോൾവ്ഡ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു മതം ഫോളോ ചെയ്യുന്ന വ്യക്തി അവന് വ്യക്തമായിട്ടുള്ള പാരാമീറ്റേഴ്സും ക്രോസ് ലൈൻസും ഉണ്ടാവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം അവനുണ്ടാവും. എന്ത് ചെയ്താൽ ശിക്ഷ കിട്ടും, എന്ത് ചെയ്താൽ ശിക്ഷ കിട്ടില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധം അവനുണ്ടാവും. ഇപ്പൊ ഉദാഹരണം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുകളുടെ ഇടയിൽ സംസാരിക്കണ പോലെ ഒരു മിലിറ്ററി ക്യാമ്പിൽ പോയാൽ സംസാരിക്കുക. അതിൻ്റെതായ റൂൾസ് ഉണ്ടാവും, റെഗുലേഷൻസ് ഉണ്ടാവും, അതിന്റെ ഒരു മെച്ചൂരിറ്റി നിങ്ങൾ കാണിക്കും. അതേപോലെ തന്നെ ഒരു മതം ഫോളോ ചെയ്യുന്ന വ്യക്തി അനാവശ്യമായിട്ട് ഒരാളെ ഉപദ്രവിക്കില്ല, ടെററിസം കാട്ടില്ല, ഒരു വ്യക്തിയെ റേപ്പ് ചെയ്യില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടത്തില്ല, മോശമായിട്ടുള്ള ഒരു പരിപാടിക്ക് നിൽക്കില്ല. എല്ലാത്തിനും അവനൊരു റൂൾസ് ഉണ്ടാവും. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഇത് ചെയ്താൽ തെറ്റ്, ഇത് ചെയ്താൽ ശരി എന്ന് വ്യക്തമായിട്ടുള്ള ഒരു ബോധ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അത് അവന് വ്യക്തമായി കീപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഈ ഈവിളായിട്ടുള്ള ഫോഴ്സിനെതിരെയുള്ള ഒരേ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് റിലീജിയൻ ആണ്. അപ്പൊ പലരും പറയും മതം കാരണം കുറെ അടിണ്ടായിട്ടില്ലേ. അതിനൊരു ഉത്തരമായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്ത് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ വരുമ്പോൾ ഒരു വില്ലനും ഒരു നായകനും ഉണ്ടാവില്ലേ. ഈ നായകനെ മതമായിട്ട് എടുക്കുക, ഈ വില്ലനെ ഈവിളായിട്ട് എടുക്കുക. നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ടാവും ഈ വില്ലനെ സപ്പോർട്ട് ചെയ്യുന്ന സൈഡ് ക്യാരക്ടേഴ്സ്. ഇവരുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നായകന്റെ അടുത്ത് ചെന്നിട്ട് വില്ലൻ ആരാന്ന് അറിയിക്കാതെ നോക്കുകയും ചെയ്യും, ഒപ്പം തന്നെ നായകനെ ചതിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ റിലീജിയന്റെ പേരും പറഞ്ഞ് തല്ലുണ്ടാക്കുന്നവര്. ഇവരുടെ മെയിൻ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവിൾ എന്താണെന്ന് നമ്മൾ അറിയിക്കാതെ നോക്കുകയും ചെയ്യും, ഒപ്പം തന്നെ മതം സൊസൈറ്റിയിൽ നിന്ന് എടുത്ത് കളയുകയും ചെയ്യും. അല്ലെങ്കിൽ മതം എന്തോ വലിയ പ്രശ്നമായിട്ടുള്ള കാര്യമാണ്, അത് തല്ലുണ്ടാക്കാനുള്ള കാര്യമാണ് എന്ന് അറിയിച്ചിട്ട് മതം സൊസൈറ്റിയിൽ നിന്ന് എടുത്ത് കളയും. അപ്പൊ എന്ത് ചെയ്യും, ഈ ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ഉയരും ചെയ്യും. നമ്മുടെ സൊസൈറ്റി മേലെ ഡിസിപ്ലിനും അല്ലെങ്കിൽ മൊറാലിറ്റി അല്ലെങ്കിൽ റൂൾസും റെഗുലേഷനും ഒന്നും ഇല്ലാതെ നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ ആകെ ഇല്ലാതാവും ചെയ്യും. റിലീജിയനിൽ തന്നെ പറയുന്നുണ്ട് ഇതിന്റെ പേരും പറഞ്ഞ് തല്ലുണ്ടാക്കരുതെന്ന് വ്യക്തമായിട്ട് പറയുന്നുമുണ്ട്. പക്ഷെ ഇവരുടെ മെയിൻ ടാർഗറ്റ് നമ്മളുടെ ഫോക്കസ് കളഞ്ഞിട്ട് നമ്മളെ റൂൾസും റെഗുലേഷനും ശരി മൊറാലിറ്റി ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തമായ ഒരു ഈവിളായിട്ടുള്ള ആൾക്കാരാക്കുക എന്നുള്ളതാണ് ഈ റിലീജിയന്റെ പേരും പറഞ്ഞ് തല്ലുണ്ടാക്കുന്നവരുടെ ഉദ്ദേശം. അപ്പോൾ പലരും പറയും ഹ്യൂമാനിറ്റി കൊണ്ട് നമുക്ക് നന്നായിക്കൂടെ, എന്തിനാ റിലീജിയൻ എന്ന്. ശരിയാണ്, ഹ്യൂമാനിറ്റി കൊണ്ട് നമുക്ക് നന്നാവാം. പക്ഷേ ഈ ഹ്യൂമാനിറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് റിലീജിയൻ. ഇപ്പോൾ ഒരു സിനിമ നിങ്ങൾ കാണുകയാണെങ്കിൽ ക്ലൈമാക്സിൽ നായകൻ തല്ലുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഗസ്റ്റ് റോളിൽ ഒരാൾ വന്നാൽ നായകനെ ഹെൽപ്പ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവൂലേ. അതേപോലെ തന്നെ റിലീജിയൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റിനെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കൊരു തെറ്റ് ചെയ്യേണ്ട, കാരണം എന്റെ മനുഷ്യത്വം എന്നെ സമ്മതിക്കണില്ല, ഒപ്പം തന്നെ എന്റെ റിലീജിയനും എന്നെ സമ്മതിക്കണില്ല. അപ്പോൾ ഒന്നുകൂടി ഡബിൾ പവർ കൂടുതലേ ചെയ്യുക. ഒരു കോട്ടിങ് പോലെ ഒരു എക്സ്ട്രാ കോട്ടിങ് വരില്ല ഇനി ചെയ്യുക, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ പവറും കൂടി അതിന് വരുന്നില്ലേ. ഇപ്പൊ ഞാനൊരു മനുഷ്യനാണ്, അപ്പൊ ഒരു തെറ്റ് കാണുമ്പോൾ അത് ചെയ്താലോ എന്നുള്ള ഒരു ടെംപ്ടേഷൻ ചിലപ്പോൾ എന്റെ മൈൻഡിൽ വന്നേക്കാം. പക്ഷെ ഞാനൊരു റിലീജിയൻ ഫോളോ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇല്ല, അത് ചെയ്താൽ എനിക്ക് ശിക്ഷ കിട്ടും, അല്ലെങ്കിൽ ഞാൻ നരകത്ത് പോകും, അല്ലെങ്കിൽ എനിക്ക് ദൈവം ഇത് കാണുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത എന്റെ ബാക്ക് ഓഫ് മൈൻഡിൽ ഉണ്ടാവും. അത് എന്നെ ഒന്നുകൂടി ഹെൽപ്പ് ചെയ്യും, ആ തെറ്റിൽ നിന്ന് വിട്ടു നിർത്താൻ ഒന്നുകൂടി എന്നെ ഹെൽപ്പ് ചെയ്യും. ഒരു എക്സ്ട്രാ കോട്ടിങ് പോലെ റിലീജിയൻ എപ്പോഴും ഒരു ഹ്യൂമാനിറ്റിനെ ഹോൾഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന. നമ്മൾ ടെംപ്ടേഷനിൽ പെട്ടാലും ബാക്ക് ഓഫ് മൈൻഡ് റിലീജിയൻ ഉണ്ട്, ദൈവം ഉണ്ട്, ഇതിന്റെ പിന്നിൽ ഒരു പവർ ഉണ്ട്, അത് ഇതൊക്കെ കാണുന്നുണ്ട് എന്നുള്ള ചിന്ത നമ്മൾ എപ്പോഴും എല്ലാത്തിനും മാറ്റി നിർത്താൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വ്യക്തമായിട്ടുള്ള കാര്യമാണ്, ഈ ലോകത്ത് എക്സ്ട്രീം ഈവിൾ ആയിട്ടുള്ള പവർ ഉണ്ട്, അതിന്റെ എതിരെയുള്ള പവർ ആകെ റിലീജിയൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആരാണോ റിലീജിയൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നത് അവന് റൂൾസും റെഗുലേഷൻസും എന്ത് ചെയ്യണം ചെയ്യേണ്ട എന്നുള്ള വ്യക്തമായിട്ടുള്ള ബോധമുണ്ട്. എവിടെ ഹ്യൂമാനിറ്റി ഫെയിൽ ആവുന്നോ, എവിടെ മറ്റ് ടെംപ്ടേഷൻസ് ഫെയിൽ ആവുന്നോ അവിടെ നമുക്ക് റിലീജിയൻ ഹോൾഡ് ചെയ്താൽ ഒന്നുകൂടി മുമ്പോട്ട് പോകാൻ പറ്റും.